അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 135. ജ്വാല രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അഗ്നി ഉണർന്നിരുന്നു. ഗുഡ് മോർണിംഗ് ദേവേട്ട, അവള് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനടുത്തേക്ക് വന്നിരുന്നു. ഗുഡ് മോർണിംഗ് കുഞ്ഞാ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പൊ രാവിലെ എഴുന്നേക്കാനൊക്കെ എന്തൊരു മടിയേ ദേവേട്ടന്, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കുന്ന ആളായിരുന്നു. ജ്വാല അവനോട് കുറുമ്പോടെ പറഞ്ഞു. അവൻ അവളെ നോക്കി ചിരിച്ചു. അത് നിന്റെ ചൂടിങ്ങനെ തട്ടിക്കിടക്കാൻ നല്ല സുഖ കുഞ്ഞാ, അതല്ലേ രാവിലെ എഴുന്നേക്കാൻ തോന്നാത്തെ, അവൻ പറഞ്ഞു. ജ്വാല അവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി. മതി മതി, അതെ ഇങ്ങനെ ഇരുന്ന് കൊഞ്ചാതെ വേഗം പോയി ഫ്രഷ് ആവു ദേവേട്ടാ, എന്നിട്ട് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. റെസ്റ്റോ? ഏയ് അതിന് വേണ്ട കുഴപ്പമൊന്നും എനിക്കില്ല പെണ്ണെ, ഇടത് കൈ യൂസ് ആക്കാലോ. ഇനി റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നാ ശരിയാവില്ലടാ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. എന്നാ ദേവേട്ടന് ഇഷ്ടം പോലെ ചെയ്, പക്ഷെ കൈ ശ്രദ്ധിക്കണം, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കോളേജിൽ പോയാലും, ജ്വാല വിഷമത്തോടെ പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരു സമാധാനക്കേടും വേണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാട്ടോ. പിന്നെ ദേവേട്ട കിച്ചേട്ടനെ പോലീസ് വിടൂ ഇനി, അവള് പേടിയോടെ ചോദിച്ചു. വിടണോ അവനെ? അഗ്നി മറുചോദ്യം ചോദിച്ചു. വേണ്ട, അവിടെ കിടക്കട്ടെ, കിച്ചേട്ടൻ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അവളുടെ സ്വരം പതിഞ്ഞുപോയി. അഗ്നി മൂളിയതേയുള്ളൂ. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. വേഗം പോയി കുളിക്ക്, എന്നിട്ട് ഞാൻ ഷർട്ട് ഇട്ട് തരാം, കൈ അനക്കണ്ട, അവള് പറഞ്ഞു. ഓക്കെ, അതും പറഞ്ഞ് അവൻ പതിയെ ബെഡിന്ന് എഴുന്നേറ്റു. കുഞ്ഞാ, അപ്പുവിനോട് സംസാരിക്കണം കേട്ടോ, പാവം നീ ഇന്നലെ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ അവന് ശരിക്കും സങ്കടമായിട്ടുണ്ട്, അവനോട് പിണങ്ങല്ലേ പെണ്ണെ. അഗ്നി ജ്വാലയുടെ അടുത്തേക്ക് വന്നു നിന്നു. ആലോചിക്കട്ടെ, അവള് ചുണ്ടുകൊട്ടി. അവൻ ചിരിയോടെ അവളുടെ തലയിൽ ഒന്ന് കൊട്ടി. ശരി, എന്നാ ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ആലോചിക്ക്, അതും പറഞ്ഞ് അവൻ അവൾ എടുത്തു കൊടുത്ത ഡ്രസ്സുമായിട്ട് ബാത്റൂമിലേക്ക് നടന്നു. ജ്വാല ചുണ്ടിൽ വിരിഞ്ഞ ഇളം പുഞ്ചിരിയോടെ മിററിന്റെ മുന്നിലേക്ക് നടന്നു. ജ്വാലയും അഗ്നിയും കൂടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ സോഫയിലിരുന്ന് ഷൂലേസ് കെട്ടുന്ന അപ്പൂനെ കണ്ടു. അതേസമയം തന്നെ മോഹനും റെഡിയായി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അടുക്കളയിൽ നിന്ന് ചിത്തുവും കഴിക്കാനുള്ളതെല്ലാം എടുത്ത് ടേബിളിൽ വെക്കുന്നുണ്ട്. ജ്വാലയും അഗ്നി ഒരുമിച്ച് ഇറങ്ങി വരുന്നത് കണ്ട് 3 പേരും അങ്ങോട്ടേക്ക് നോക്കി. അഗ്നിയോട് എന്തോ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് ജ്വാല. ശ്രദ്ധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, കയ്യനക്കരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് പെണ്ണ്. അഗ്നിയാണെങ്കിൽ എല്ലാത്തിനും തലയാട്ടം ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ തീർന്നോ? ഹാളിലേക്ക് ഇറങ്ങിയതും മോഹൻ ഇരുവരോടും ചോദിച്ചു. ജ്വാല അയാളെ നോക്കി ചിരിച്ചു കൊടുത്തു. അത് കണ്ട് മോഹൻ അവളെ നോക്കി പുരികമുയർത്തി. ഓ, അപ്പൊ മിണ്ടിന്ന് സാരം. അയ്യേ, ഇവളുടെ ഇന്നലത്തെ ദേഷ്യവും ഡയലോഗൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി ഇവളിനി കണ്ണനോട് മിണ്ടുകയല്ലാന്ന്. ഇത് പക്ഷേ അയ്യേ അയ്യയ്യേ, മോഹൻ അവളെ ഇട്ട് കളിയാക്കുകയാണ്. അഗ്നി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ജ്വാലയൊന്ന് പാളി നോക്കി. കണ്ണൊക്കെ തുറപ്പിച്ച് ദേഷ്യത്തോടെ അയാളെ നോക്കി നിൽക്കുന്നുണ്ട് ജ്വാല. അത് കണ്ടതും അഗ്നിയുടെ മുഖം ദയനീയമായി. എന്റെ മഹാദേവ, അച്ഛനോടുള്ള വാശിക്ക് പെണ്ണ് ഇനി വീണ്ടും എന്നോട് പിണങ്ങോ? ടെൻഷനോടെ അവൻ ജ്വാലയെ ചേർത്ത് പിടിച്ചു. ദേവേട്ട, അച്ഛനെ കളിയാക്കുന്ന നോക്ക്, ജ്വാല മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് സാരല്ലടാ, അച്ഛൻ വെറുതെ പറയുന്നതല്ലേ, അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. തമാശ നല്ല കണ്ണ, ഇവളിന്നലെ അങ്ങനെ ഉറഞ്ഞുതുള്ളി പോകുന്ന കണ്ടപ്പോ ഞാനും കരുതിയത് ഇവളിനി നിന്നോട് ഈ ജന്മം മിണ്ടില്ലാന്നാ. ചിത്തുകൂടി ജ്വാലയെ കളിയാക്കിയതും അവളുടെ മുഖം കനത്തു. അവൾ തോളിലിരിക്കുന്ന അഗ്നിയുടെ കൈ തട്ടിമാറ്റി അവനെ തുറച്ചു നോക്കി. അഗ്നിയുടെ കണ്ണു മിഴിഞ്ഞു. പിണങ്ങിയോ? എന്റെ പൊന്നു കുഞ്ഞാ, ഇവര് നമ്മളെ തെറ്റിക്കാൻ നോക്കുക, നീ അതിൽ വീഴല്ലേ, എന്റെ കുഞ്ഞല്ലേ, അഗ്നി ദയനീയമായി അവളോട് പറഞ്ഞുകൊണ്ട് ചിത്തുവിനെ മോഹനെ നോക്കി പല്ല് കടിച്ചു. അത് കണ്ട് ജ്വാലയ്ക്ക് ചിരി വന്നു പോയി. പോ ദേവേട്ട, അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അഗ്നി ആശ്വാസത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ദേ, രണ്ടാള് പൊക്കോണം അവിടുന്ന്, ഈ പെണ്ണിന്റെ പിണക്കം മാറ്റിയ പാടെ എനിക്കറിയാം, അതിനിടെ കൂടെ വീണ്ടും തെറ്റിക്കാൻ നോക്കുന്നു രണ്ടും കൂടെ, അഗ്നി ചിത്തുവിനോടും മോഹനോടുമായിട്ട് കപടദേഷ്യത്തോടെ ചോദിച്ചു. രണ്ടുപേരും കുറുമ്പോടെ അവരെ നോക്കി ചിരിച്ചു. ഈ നേരം അത്രയും അപ്പുവിന്റെ നോട്ടം ജ്വാലയിലായിരുന്നു. പക്ഷെ അവളുടെ നോട്ടം തന്നിലേക്ക് ഒരിക്കൽ പോലും വരുന്നില്ല എന്ന് കണ്ട അവന്റെ മുഖം വാടിപ്പോയി. എടി ഏട്ടത്തി, നീ എന്താ എന്നോട് മിണ്ടാത്തെ? സഹി കെട്ട് അവൾക്ക് മുന്നിൽ പോയി നിന്ന് അവൻ ചോദിച്ചു. അഗ്നി അവരായി അവരുടെ പാടായി എന്ന പോലെ ചിരിയോടെ അല്പം നീങ്ങി നിന്നു കൊടുത്തു. ജ്വാല അപ്പുവിനെ നോക്കാതെ മുഖം തിരിച്ചു. എന്താടി ഏട്ടത്തി, മിണ്ടടി, ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്റെ ദേവേട്ടനാ എല്ലാം ഒപ്പിച്ചു വെച്ച്, ഞാൻ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നേ, അപ്പു പറഞ്ഞു. ആഹാ, എന്നിട്ട്? ജ്വാല നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവനെ രൂക്ഷമായി നോക്കി. എന്നിട്ട് എന്ത്? അവളുടെ നോട്ടം കണ്ട് അവൻ പതറി. ദേ, ഞാൻ അരവേട്ടന്റെ ഏട്ടത്തമ്മയാ, അത് മറക്കണ്ട, എന്നിട്ട് എന്നോട് കള്ളം പറയുന്നോ? ജ്വാല അവന്റെ കയ്യിൽ പതിയെ അടിച്ചുകൊണ്ട് ചോദിച്ചു. ഹു, അപ്പു കൈ പുറകിലേക്ക് വലിച്ചു. നിനക്കിത് എന്താ പെണ്ണെ, എന്നെ എന്തിനാ അടിച്ചേ? അവൻ മുഖം വീർപ്പിച്ചു.
പിന്നെ കള്ളം പറഞ്ഞാ ഞാൻ എന്ത് വേണം? എനിക്കറിയാലോ ആരവേട്ടനിപ്പോ പറഞ്ഞത് കള്ളാന്ന്. കാരണം നിങ്ങൾ രണ്ടാളും ഇന്നലെ രാവിലെ രഹസ്യം പോലെ സംസാരിക്കുന്ന ഞാൻ കണ്ടതാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അതും പറഞ്ഞ് ജ്വാല നേരെ നോക്കിയത് തങ്ങളെ നോക്കി ചിരിയൊതുക്കി നിൽക്കുന്ന മോഹനെ ചിത്തുവിനെ അഗ്നിയാണ്. അപ്പു പെട്ടെന്ന് അഗ്നിയുടെ അടുത്തേക്ക് പോയി. ഏട്ടാ, ഇത് ശരിയല്ല കേട്ടോ. ഇവളെന്തിനാ എന്നോട് മാത്രം പിണങ്ങിയേ? അങ്ങനെയാണെങ്കിൽ ഏട്ടനോടും പിണങ്ങണ്ടേ? ഏട്ടനല്ലേ ഉള്ള തല്ലുമൊത്തം ഉണ്ടാക്കിയേ? എന്നിട്ട് പെണ്ണോട് മാത്രം ഇവൾക്ക് മിണ്ടാൻ വയ്യ. അപ്പു പരിഭവത്തോടെ അഗ്നിയോട് പറഞ്ഞു. അഗ്നി ജ്വാലയെ നോക്കി. അവളുടെ കണ്ണുകളിൽ കുറുമ്പ്. അത് അവന് പെട്ടെന്ന് മനസ്സിലായി. ദേവേട്ടൻ പറയണ്ട, ഞാൻ മിണ്ടൂല, അവള് പറഞ്ഞു. അപ്പു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവളുടെ കൈയിൽ പിടിച്ചു. അവള് ചിരിയൊതുക്കി അവനെ എന്തായെന്ന പോലെ നോക്കി. എന്നാ പറ, ഏട്ടൻ എങ്ങനെയാ നിന്റെ പിണക്കം മാറ്റിയേ? പറഞ്ഞതാ എങ്കിൽ ഞാനും അതുപോലെ നിന്റെ പിണക്കം മാറ്റിത്തരാ. അപ്പു ഉറപ്പോടെ പറഞ്ഞു. ജ്വാല ഞെട്ടിപ്പോയി. അതേ ഞെട്ടലോടെ അവൾ അഗ്നിയെ നോക്കിയപ്പോ അവനും വാപ്പൊളിച്ച് അപ്പുവിനെ നോക്കുന്നുണ്ട്. എടി, നീ എന്തെങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നേ? പറ, ഏട്ടൻ എങ്ങനെയാ നിന്റെ പിണക്കം തീർത്തേ? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ അത് നിന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പിണക്കം മാറ്റണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കേണ്ടി വരും. അപ്പു പറഞ്ഞു മുഴുവനാക്കും മുന്നേ അഗ്നി പെട്ടെന്ന് പറഞ്ഞു. ജ്വാലയുടെ മുഖം വിളറിപ്പോയി. അപ്പു അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കി. പക്ഷെ ചിത്തുവും മോഹനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുപോയി. അടുത്ത നിമിഷം അപ്പുവിന്റെ കണ്ണും വിഴിഞ്ഞുപോയി. അവൻ അന്തം വിട്ട് അഗ്നിയെ നോക്കി. അവൻ ജ്വാലയെ തിരിഞ്ഞു നോക്കിയതും അവൾ വേഗം വാഷ് ബേസിന്റെ അടുത്തേക്ക് ഓടി. ഏട്ടാ, അപ്പു ചമ്മലോടെ വിളിച്ചു. ആ വിളി കേട്ടപ്പോ അഗ്നിക്കും ചിരി വന്നു പോയി. എന്താ അനിയ? അവൻ ചിരിയോടെ ചോദിച്ചു. അവൻ ഒന്നുമില്ലാന്ന് ചുമലനക്കി. അഗ്നി ചിരിയോടെ സ്വയം ചുണ്ടിലൊന്ന് തട്ടി. ജ്വാല കൈ കഴുകി അപ്പുവിനെ മറ്റുള്ളവരെ നോക്കാതെ തലതാട്ടി ടേബിളിന്റെ അടുത്തേക്ക് വന്നു. അപ്പു പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു. ഈ ജ്വാല അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. എടി, ഇപ്പോഴല്ലേ നിന്റെ പിണക്കന്മാരെ വഴി എനിക്ക് മനസ്സിലായേ. സോറി കൂട്ടാ, അറിഞ്ഞില്ല. ആരും എന്നോടൊന്നും പറഞ്ഞതുമില്ല. അവൻ കുറുമ്പോടെ പറഞ്ഞതും ജ്വാലയാകെ ചുവന്നുപോയി. അതാരവേട്ട? ഞാനല്ല, ദേവേട്ടനാ, അവള് വിക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ പറച്ചിൽ കേട്ട് അപ്പു, ചിത്തു, മോഹനും ചിരിച്ചുപോയി. അഗ്നിയും ചിരിക്കുന്നുണ്ട്. അത് കണ്ട് ജ്വാല അവരെയെല്ലാം മുഖം വീർപ്പിച്ചു നോക്കി. അപ്പു അവൾ ഇരു കവിളിലും പിടിച്ചു വലിച്ചു. സോറി ഇടിയേട്ടത്തി, നീ ഏട്ടനോട് മിണ്ടിയില്ലേ? പിന്നെന്താ എന്നോട് മാത്രം? ആ ചരണിന് കിട്ടിയത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. കൊല്ലായിരുന്നു വേണ്ടത്. നിനക്കറിയാത്തതുകൊണ്ടാ അവന്റെ സ്വഭാവം. അപ്പുവിന്റെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകി. ജ്വാല ഉയർന്നു വന്ന് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പു അവളെ വിടർന്ന കണ്ണാലെ നോക്കി. എല്ലാം എന്നോട് ദേവേട്ടൻ പറഞ്ഞു. എനിക്കൊരു പിണക്കുമില്ല അരവേട്ടനോട്. ഇന്നലെ ദേവേട്ടൻ അങ്ങനെ കണ്ടപ്പോഴുള്ള സങ്കടത്തിൽ പറഞ്ഞു പോയതാ ഞാൻ. സോറി, അവള് പുഞ്ചിരിയോട് പറഞ്ഞു. അപ്പുവിന് സന്തോഷമായി. മോഹനും ചിത്രയും സന്തോഷത്തോടെ തങ്ങളുടെ മക്കളുടെ സ്നേഹം കണ്ടു നോക്കി. ആണോ? ശരിക്കും അപ്പൊ നിനക്ക് എന്നോട് ദേഷ്യമില്ലേടി? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, ജ്വാല കുറുമ്പോടെ പറഞ്ഞു. ആണോ? എന്നാ പറ, ഏട്ടൻ എങ്ങനെയാ നിന്റെ പിണക്കം മാറ്റിയേ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. ജ്വാല അവനെ തുറച്ചു നോക്കി. പതിയെ അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു. അടുത്ത നിമിഷം അവൾ അപ്പുവിനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. എടാ ദുഷ്ട, എന്നെ കളിയാക്കുന്നോ? ഇടയ്ക്കിടയ്ക്ക് പെണ്ണ് ചോദിക്കുന്നുണ്ട്. അപ്പു പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ജ്വാല മുഖം വീർപ്പിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഏട്ടത്തി, നീ എന്തൊരു പാവാടി, അപ്പു സ്നേഹത്തോടെ പറഞ്ഞു. ഒപ്പം അവന്റെ ചുണ്ടുകൾ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിലായി അമർന്നു. ജ്വാല അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. അഗ്നിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജ്വാല അപ്പുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അഗ്നിയെ മാത്രം നോക്കി നിന്നു. ജ്വാലയുടെ മുഖം ചുവന്നു. അത് മനസ്സിലായ പോലെ അഗ്നി അവളെ നോക്കി ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുത്തു. ജ്വാല അവനിൽ നിന്ന് ചിരിയോടെ മുഖം മാറ്റി. തുടരും.